വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്കേറെ പ്രിയങ്കരരായ താരജോഡികളായിരുന്നു മഞ്ജു വാര്യരും ദിലീപും. ബിഗ് സ്ക്രീൻ ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകരും ഏറെ സന്തോഷിച്ചിരുന്നു. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു. ഇത് ആരാധകരിലും നിരാശയുണ്ടാക്കി. എന്നിരുന്നാലും ഇപ്പോഴും ദിലീപിനോടും മഞ്ജുവിനോടും സ്നേഹം സൂക്ഷിക്കുന്നവർ ഏറെയാണ്. ഇവരുടെ എല്ലാ വിശേഷങ്ങളും വളരെ പെട്ടെന്ന് വൈറലാകാറുമുണ്ട്. ഇപ്പോഴത്തെ 20 വർഷങ്ങൾക്ക് മുൻപ് ദിലീപ് ഒരു മാഗസീന് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത്. സംവിധായകനായ ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പഴയ അഭിമുഖത്തിലെ വിശേഷങ്ങൾ വീണ്ടും പങ്കുവയ്ക്കുകയായിരുന്നു. ദിനേശ് പണിക്കരുമായി ഉണ്ടായ ചെക്ക് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്ന് ഭാര്യയായ മഞ്ജു വാര്യർ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അഭിമുഖത്തിൽ ദിലീപ് പറയുന്നുണ്ട്. ഞാൻ യൂറോപ്പിലുള്ള സമയത്താണ് ദിനേശ് പണിക്കരുമായുള്ള ചെക്ക് കേസ് വരുന്നത്. ഇതറിഞ്ഞ NF വർഗീസ് മഞ്ജു വാര്യരെ വിളിച്ചു. എന്തിനാണ് ദിലീപ് ഇങ്ങനെ ചെയ്തത് എന്നും ചോദിച്ച് കുറെ വഴക്ക് പറഞ്ഞു. വർഗീസേട്ടന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്നായിരുന്നു ഞാൻ മഞ്ജുവിനോട് പറഞ്ഞത്. കാരണം വർഗീസേട്ടൻ എല്ലാവരിൽ നിന്നും കറക്റ്റായി പൈസ വാങ്ങുന്നയാളാണ്. ദിലീപിന്റെ അഭിമുഖം ഉദ്ധരിച്ചുകൊണ്ട് ശാന്തിവിള ദിനേശ് പറയുന്നു. എനിക്ക് കിട്ടാനുള്ള കേസ് ആയതിനാലാണ് ഞാൻ കേസ് കൊടുത്തതെന്നും ദിലീപ് പറയുന്നു. ചിലർ അങ്ങനെയാണ്, സുകുമാരേട്ടനൊക്കെ അങ്ങനെയായിരുന്നു. മലയാള സിനിമയിൽ ആരെങ്കിലുമൊക്കെ സുകുമാരേട്ടന് പൈസ കൊടുക്കാനുണ്ടോ? NF വർഗീസ് കൃത്യമായി പൈസ വാങ്ങുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണമെന്നാണ് ദിലീപ് പറയുന്നത്. എനിക്ക് കിട്ടാനുള്ള ലക്ഷങ്ങളുടെ ചെക്കിനാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത്. NF വർഗീസിന് ഒരു നഷ്ടവും വരാനില്ല. അദ്ദേഹം കൃത്യമായി എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നുണ്ടല്ലോ എന്നും മഞ്ജുവിനോട് ദിലീപ് പറയുന്നു. NF വർഗീസ് വിളിക്കണമെന്ന് പറഞ്ഞ കാര്യവും മഞ്ജു പറയുന്നുണ്ട്. NF വർഗീസ് നേരിട്ട് വിളിക്കാമായിരുന്നിട്ടും മഞ്ജുവിനോട് പറഞ്ഞേൽപ്പിക്കുകയാണ് ചെയ്തത്. മഞ്ജു വാര്യർ പറഞ്ഞിട്ടും ഞാൻ NF വർഗീസിനെ വിളിച്ചില്ലെന്ന് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നു. ഇതോടെ മഞ്ജു വാര്യർ ദിലീപിനോട് ദേഷ്യപ്പെട്ടു. ഞാൻ തിരിച്ചു വിളിക്കാത്തതിൽ വർഗീസേട്ടന് സങ്കടമുണ്ടായിരുന്നു. ഒരു ദിവസം കൂടി വർഗീസേട്ടൻ സങ്കടപ്പെടട്ടെ, എന്നിട്ട് വിളിക്കാമെന്നായിരുന്നു മഞ്ജു വാര്യരോടുള്ള എന്റെ മറുപടി. അന്ന് ഞാൻ കമൽ സാറിന്റെ സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. അവിടെ വെച്ചാണ് അറിഞ്ഞത് NF വർഗീസ് ആശുപത്രിയിലാണെന്ന്. ഞാൻ ഷൂട്ടിംഗ് നിർത്തിവെച്ച് ആശുപത്രിയിലേക്ക് ഓടിച്ചെന്നെങ്കിലും അദ്ദേഹം മരിച്ചു. എനിക്ക് വലിയ ഷോക്കായ സംഭവമായിരുന്നു അത്. അതിൽ പിന്നെ എന്ത് പിണക്കവും വേഗത്തിൽ തീർക്കാൻ ഞാൻ ശ്രമിക്കുമെന്നും ദിലീപ് പറയുന്നതായി ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു. തീർച്ചയായും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. എന്നെ വിളിക്കാൻ അവനോട് പറ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനാകില്ലെന്ന് പറയുകയും ആശുപത്രിയിലാണെന്ന് അറിഞ്ഞ് ഓടിച്ചെല്ലുമ്പോഴേക്കും അദ്ദേഹം മരിച്ചു എന്ന് അറിയുന്നത് തീർച്ചയായും സങ്കടകരമായ കാര്യമാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. അതേസമയം മഞ്ജുവും ദിലീപും തങ്ങളുടെ സിനിമാ തിരക്കുകളിലാണ്. കൈനിറയ ചിത്രങ്ങളാണ് ഇരുവർക്കും. ദിലീപിന്റെ ദ പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് റിലീസ് ചെയ്തത്. രണ്ടാം വരവിൽ മഞ്ജു ആകട്ടെ അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും ചുവടുറപ്പിച്ചു. ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെയും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. ബോളിവുഡിലും നടി ചുവടുവെക്കുന്നതായി വാർത്തകളുണ്ട്.